പാടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നുഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. മലയാളത്തിന്റെ ദക്ഷിണേന്ത്യയുടെ ഇന്ത്യയുടെ വാനമ്പാടി എസ് ജാനകിയമ്മ വിട പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. ജാനകിയമ്മയുടെ അതേ ശ്രുതി മാധുര്യത്തോടെ ആ ഭാവത്തോടെ പാട്ടുകൾ ജാനകിയമ്മയുടെ അതേ ശബ്ദത്തിൽ ആലപിക്കുന്ന ഒരാളെയാണെന്ന് വൺ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലക്കാരനാണ്, കൂട്ടിലങ്ങാടി സ്വദേശിയാണ് പവിഴം സുനിൽ. വിദേശ രാജ്യങ്ങളിലടക്കം ഒട്ടേറെ വേദികളിൽ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാട്ട് പാടുന്ന അദ്ദേഹത്തെ പ്രേക്ഷകരൊന്ന് പരിചയപ്പെടാം. അതായത് ജാനകിയമ്മയുടെ അതേ ശബ്ദത്തിൽ അതേ ഭാവത്തോടെ ആ ലയിച്ചു പാടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ജാനകിയമ്മയുടെ ഈ ഗാനം ഇതേ ശബ്ദത്തിൽ ആ സ്ത്രൈണ ഭാവത്തോടെ പാടാനുള്ള എങ്ങനെയാണ് ഇതിലേക്ക് കടക്കാനുള്ള സാഹചര്യം വെച്ചത്? സാഹചര്യം സത്യത്തിൽ ഞാൻ ഇവിടെ സെൻറ് ജമാസ് സ്കൂളിലാണ് പഠിച്ചത് മലപ്പുറത്ത്. അന്ന് എനിക്ക് അവിടുന്ന് ഏറ്റവും പ്രചോദനം തന്നില്ല സിസ്റ്റർ റോസി. ഈ റോസി സിസ്റ്ററാണ് എന്നെ ഈ പാട്ടിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത്. അന്ന് ചെറിയ കുട്ടിയെ സാധാരണ അറിയാലോ, കൊച്ചു കുട്ടികളാകുമ്പോൾ നമുക്ക് ആ ചെറിയ ശബ്ദം തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പാടുന്ന സമയത്ത് ഓരോരോ പാട്ട് സ്കൂളിൽ നിന്ന് ബാലസമാജം അങ്ങനത്തേലൊക്കെ പാടിക്കുമ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത്, സുനിൽ നിനക്കൊരു ജാനകിയമ്മയുടെ വോയിസ് ഉണ്ടല്ലോ. അങ്ങനെ സിസ്റ്റേഴ്സ് പാട്ട് തിരഞ്ഞെടുക്കും, അങ്ങനെ ഒന്ന് പാടും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് മലപ്പുറത്ത് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളി, വലിയ പള്ളിയുണ്ട്. അത് ആദ്യം സെൻറ് ജോസഫ് സ്കൂളിൻ്റെ നടുമുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് പുതിയതാക്കി മാറ്റുന്ന അതിൻ്റെ വെഞ്ചരിപ്പിന് വേണ്ടിയിട്ട് ഒരു ഓർക്കസ്ട്ര സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അന്ന് ഓർക്കസ്ട്ര ഗാനമേളയ്ക്ക് പാടാൻ വേണ്ടിയിട്ട് 2-3 പാട്ടുകൾ സെലക്ട് ചെയ്തു. അന്ന് കൂടെ ഇവിടെ എന്ന സിനിമ ഇറങ്ങിയ സമയമാണ്. അന്ന് നമ്മൾക്ക് വീട്ടിൽ TV യോ അതായത് ഫോണോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പാട്ടുകൾ നമ്മൾ റേഡിയോയിൽ കൂടെ മാത്രമാണ് നമ്മൾ കേട്ട് പഠിക്കുന്നത്. അങ്ങനെ പാടി അത് 6 വയസ്സ് കഴിഞ്ഞ ഉടനെയാണത് ആ ഓർക്കസ്ട്രയിൽ പാടുന്നത്. പിന്നെ അന്നതിൻ്റെ ശേഷം ഇഷ്ടംപോലെ സ്റ്റേജുകൾ എനിക്ക് കിട്ടുന്നുണ്ടായി. അന്ന് മുതൽ ജാനകിയമ്മയുടെ പാട്ടിനോടാണ് ആരാധന കൂടുതൽ. ഇന്നിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നു ഈ പാട്ടുകൾ പാടിക്കൊണ്ട് തന്നെയാണ്. ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ആ ഗാനം, അന്ന് തുടങ്ങിയ ഗാനം ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഒന്ന് പാടി. പാടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നുഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ. ഇന്ന് മനോഹരമായിട്ട് പാടി. ജാനകിയമ്മ നമ്മുടെ അടുത്ത് വന്നതെന്ന് അതേ ശബ്ദത്തിൽ പാടുന്ന ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടായത്. ഇതിന് ശേഷം പിന്നെ പ്രൊഫഷണലായിട്ട്, അതായത് വലിയ ട്രൂപ്പുകളിലൊക്കെ ആയിട്ട് ജാനകിയമ്മയുടെ ഈ പാട്ട് ഈ ശബ്ദത്തിൽ ഇതുപോലെ പാട്ടുകൾ പാടി വിദേശ രാജ്യങ്ങളിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അറിഞ്ഞതും അങ്ങനെയാണ്. അപ്പോൾ ആ അനുഭവം എന്ന് പറയാം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് എന്നെ ഗൾഫിൽ കൊണ്ടുപോകുന്നത് നമ്മൾ മൺമറഞ്ഞു പോയ VM കുട്ടി സാറാണ്, മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ടുകൾക്കാണ് കൂടുതൽ സ്ഥാനമുള്ളത്. എങ്കിലും എൻ്റെ അടുത്ത് ആദ്യം പാടാൻ പറയുന്നത് ഈ പാട്ട്, അല്ലെങ്കിൽ അകലെ അകലെ നീലാകാശം. അകലെ അകലെ നീലാകാശം. പാടുമ്പോൾ തന്നെ നമുക്കൊന്നും പാടാൻ വലിയ കഴിവൊന്നുമില്ല, എങ്കിലും ഏതായാലും പ്രേക്ഷകർക്ക് എത്രയും പെട്ടെന്ന് ആ പാട്ടിന്റെ ഒരു കുറച്ച് 2 ഈരടികൾ കേട്ടേ പറ്റുമെന്ന് തോന്നുന്നു. അതൊന്ന് പാടിയ ആ ശബ്ദത്തിലൊന്ന്. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം.
അകലേ നീലാകാശം. കാരണം തൊണ്ടൊക്കെ ആകെ ഇടറിയിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അതായത് അന്ന് ഈ അകലെ അകലെ എന്ന ഗാനം നമ്മൾ ഇവിടെ, അതായത് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം, നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ആ പാട്ടൊക്കെ റേഡിയോയിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ, ഇനിയിപ്പോൾ എവിടെയായാലും ഒരുപക്ഷെ ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ആ പാട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റോപ്പ് എത്തി ഇറങ്ങണമെന്നൊന്ന് ആലോചിച്ചിട്ട് കണ്ടക്ടറോട് പറയും കുറച്ചും കൂടി, അതായത് ഒരു 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ, അതിനുള്ള പൈസ എത്രയാണെന്ന് ചോദിക്കേണ്ട അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും കൂടുതലും. ഏതായാലും വളരെ മനോഹരമായ പാടി. ഇത് ശരിക്കും കുടുംബത്തെ പരിചയപ്പെടുത്താലോ. കുട്ടികളായിരിക്കും. ഇത് എന്റെ ചെറിയ മോനാണ് ഗൗതം. ഇത് വലിയ ആള്. എത്ര പഠിക്കുന്ന മോൻ? എവിടെയാ? അച്ഛനെ പോലെ പാട്ടുകൂടി കൂടെ ഉണ്ടോ? പാട്ടില്ല, പാട്ടുപാടലൊന്നുമില്ല. അച്ഛൻ ഇത്രയും വലിയ നല്ല രീതിയിൽ പാട്ട്, അതും ലോക പ്രസിദ്ധയായ ജാനകി അമ്മയുടെ അതേ ശബ്ദത്തിൽ പാടുന്ന ആളാണ്. അപ്പോ മോന് ഇതൊന്ന് പരീക്ഷിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ? ഇല്ല. മകളായിരിക്കുമല്ലോ അല്ലെ? എന്താ പേര്? ഗോപിക. എന്ത് ചെയ്യുന്നു? ഞാൻ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ MA ഭരതനാട്യം കഴിഞ്ഞു. അച്ഛൻ ഇത്രയും, അതായത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് തന്നെ എന്താ ഒരു വല്ലാത്തൊരു ഇത് വന്നു. അപ്പൊ അച്ഛന്റെ ഈ പാട്ടുകളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അച്ഛന്റെ ഈ പാട്ട് ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഒന്ന് പാടാൻ പറ്റുമോ? ശ്രമിക്കാറൊക്കെ ഉണ്ട് അത്യാവശ്യം. പാടി നോക്കിയിട്ടുണ്ടോ? പാടി എവിടെയെങ്കിലും വേദികളിൽ? വേദിയിൽ അങ്ങനെ പാടില്ല. ഞാൻ ഡാൻസ് ആണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. പാട്ടും പാടും. ഡാൻസ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ, ഏതെങ്കിലും ഒക്കെ നല്ല വേദികളിലൊക്കെ കളിച്ചിട്ടുണ്ട്. എവിടെ? അങ്ങനല്ല, ഓരോ സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഭാവിയിൽ, എന്താണ് മുകളിലേക്കുള്ള ഉദ്ദേശം? എന്റെ ഈ കല മുന്നോട്ട് കൊണ്ടുപോവാ. അച്ഛൻ ഇങ്ങനെ പാട്ടുകാരനായിട്ട് അറിയപ്പെടുക, മുകള് ഇങ്ങനെ ഡാൻസിലൂടെ. അതെ അതെ അതെ. ഇത് ഇദ്ദേഹത്തിന്റെ അനുജന്റെ ഭാര്യയാണ്. ഇതുപോലെ കലാ പാരമ്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ പാട്ടുകളെ, പ്രത്യേകിച്ച് ജാനകി അമ്മയുടെ പാട്ടുകളെ സ്നേഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, ഈ പാട്ടുകളിലൂടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സന്തോഷം? സന്തോഷം. ഇദ്ദേഹത്തിന്റെ അയൽക്കാരനാണ്, മാത്രമല്ല അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ്. മാത്രമല്ല ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. പണ്ട് മഞ്ചേരിയിലെ കൃഷ്ണപ്രിയ കൊലപാതക കേസ്, മകളെ ക്രൂരമായി ആക്രമിച്ച, അവസാനം ആ പ്രതിയെ വെടിവെച്ച് കൊന്ന് കേരളത്തിന്റെ മനസ്സാക്ഷി ഓരോ മനുഷ്യരിലും, എന്താ പറയാ, കോടതി പോലും അവസാനം അതിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായ കൃഷ്ണപ്രിയയുടെ അച്ഛനെ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും. ആ കൃഷ്ണപ്രിയ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ്. സാറിന്റെ പേര്? എന്റെ പേര് മോഹൻകുമാർ. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് സാഹസികമായിട്ട് പിടികൂടിയതാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മികവുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി കേസുകൾ ഞാൻ ഇപ്പൊ SIT എന്നൊക്കെ കേട്ടിട്ടില്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഒരു കേസിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ പുറത്തൊക്കെ CID ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മുണ്ടോ എന്താ ലുങ്കിയോ എല്ലാം എടുത്തിട്ട് അങ്ങനെയൊക്കെ കുറെ കേസുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ഡീറ്റെയിൽസ് ഇപ്പൊ ഈ ചാനലിൽ പറയാൻ പറ്റൂല. അത്ര കേസുകളാണ് അതിൽ പ്രതികൾ, ഇന്റർനാഷണൽ പ്രതികളും കാര്യങ്ങളൊക്കെയാണ്. അത് ഭയങ്കര നല്ല സാഹസിക ജീവിതമായിരുന്നു പോലീസ്. ഇതൊക്കെ ഇപ്പോഴും പോലീസിനോട് വല്ല താല്പര്യം. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും മറക്കൂല. ഇതിന്റെ അയൽവാസിയാണ്, ഞങ്ങൾ റിലേഷനിലെ ആൾക്കാരാണ്. ചെറുപ്പം മുതൽക്ക് ഞാൻ ആദ്യമായിട്ട് കേട്ടില്ല ഒരു സ്ത്രീകളെ സൗണ്ടിൽ പാടുന്ന ഇദ്ദേഹത്തിന് മാത്രമേ കേട്ടത്, വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്നറിയോ, ഇപ്പൊ ഈ കൂട്ടിച്ചേർക്കലുണ്ടല്ലോ അതായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഒരു കഴിവ് ആർക്കും കിട്ടൂലെന്ന്. പക്ഷെ അതിനുശേഷം സീരിയലിലൊക്കെ പല സ്റ്റേജിലും പല ആൾക്കാരും പാടുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, ഒരു ഭാഗ്യം, എന്താ ദൈവം സമയമായിട്ടില്ല. ഇപ്പൊ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇദ്ദേഹം പാടിയിട്ടുണ്ട്. കേരളത്തിൽ പൊതുവെ എന്താണ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഫേമസ് ഇല്ലെങ്കിലും അതിന് പുറത്തൊക്കെ ഫേമസ് ആണ്. സുനിലിനെ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ. ഈ പാട്ട് വളരെ പ്രയാസമാണ് ഇത് പാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറെ എൻ്റെ ഒരു ചാനലുണ്ട്, ഞാൻ വടക്കൻ സ്റ്റോറീസ് ഒരു ചാനലുണ്ട്. അപ്പൊ അതിലൊന്ന് 2 എണ്ണം ഇവരെ കൂടെ പാടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. സാറേ എവിടുന്ന് റിട്ടയർ ആയത്? മഞ്ചേരി ട്രാഫിക് SI ആയിട്ട് ഞാൻ റിട്ടയർഡ് ആയിട്ടില്ല. ഇപ്പൊ എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല. വടക്കൻ പാട്ടിനാണ് എൻ്റെ കൂടെ താല്പര്യമുള്ളത്. കളരി കരാട്ട അഭ്യാസങ്ങൾ എൻ്റെ ഐറ്റംസ്. ചെറുപ്പം മുതൽക്ക് ഞാൻ നാഷണൽ പോലീസ് മീറ്റിലൊക്കെ കേരളത്തിന് റെപ്രസെന്റേറ്റീവ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്ലറ്റിക്സ് 100 മീറ്റർ ആയിട്ടുണ്ട് ഐറ്റംസ്.
അന്ന് മുതൽ തന്നെ സ്പോർട്സിന്റെ ആ രംഗത്തൊക്കെയാണ് പോലീസിക്ക് തന്നെ ഒരു പ്രവേശനಕ್ಕೆ സാധ്യത. ഞാൻ MSP സ്കൂളിലാണ് പഠിച്ച്. ഫേമസ് ആയ പിന്നെ മിൽഖാ സിംഗിനെ ഓടി തോൽപ്പിച്ച പോലീസുകാരുടെ കൂടെയൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. എല്ലാവർക്കും ചാനലിലേക്ക് എല്ലാവർക്കും അറിയാം. മുഹമ്മദ് സാർ പറഞ്ഞാല് പിന്നെ മലപ്പുറം ജില്ലയിലൊന്നും അറിയാത്ത ആൾക്കാരല്ല. അയാൾ നല്ല സ്പ്രിന്റർ. ഒരിക്കൽ മിൽഖാ സിംഗിനെ തോൽപ്പിച്ചിട്ടുണ്ട് അയാൾ. മിൽഖാ സിംഗിനെ നിങ്ങൾക്ക് അറിയാം, പറക്കും സിഖുകാരനാണ്. പറക്കും സിഖുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞങ്ങൾക്ക് ഹാർഡ് പരിശ്രമം, കഠിന പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണെന്നാണ്. ഇവരൊക്കെ കഠിന പരിശ്രമം ചെയ്തിട്ടാണ് ഈ സൗണ്ട്. ഞാൻ ഈ സൗണ്ടിൽ കുറെ പാടി വെക്കും. എന്റെ വീട്ടിൽ നിന്ന് കുറെ ചീത്ത. അതായത് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. സാറൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ വീട്ടുകാർ ഇവിടെ ഒന്ന് പാടാൻ പറ്റില്ല, പുറത്തു പോയി പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. അപ്പൊ എനിക്ക് താല്പര്യമുണ്ട്. എല്ലാത്തിനും ഓരോ താല്പര്യം എല്ലാവർക്കും ഉണ്ട്. പാട്ട്, കഥ, ഡാൻസ്, സിനിമ, പിന്നെ ബ്യൂട്ടീഷ്യൻ. ഇതൊരു ബ്യൂട്ടീഷ്യൻ ആട്ടോ, ബ്യൂട്ടി പാർലറാണ് നടത്തുന്നത്. ഇതിലൊക്കെ താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ താല്പര്യവും ഓരോ കഴിവുകളാണ്. ഇപ്പൊ കുട്ടികളെ തന്നെ നിർബന്ധിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് താങ്ങാൻ പറ്റിയില്ലെങ്കിലാണ് ഇന്ന് സൂയിസൈഡുകളൊക്കെ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കഴിവ് തിരിച്ചറിഞ്ഞ് അവരെ ആ വഴിയിലേക്ക് തിരിച്ചുവിടലാണ് അവരുടെ ഭാവിക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയാണ്. അതാണ് അവനാൻ ഏതാണോ താല്പര്യം ആ വഴിക്ക് കുട്ടികൾക്കൊക്കെ പിന്നെ ഒരു വഴി തുറന്നു കൊടുക്കണം മാതാപിതാക്കള്. അപ്പൊ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സിന് വിട്ടു കൊടുക്കണം. എല്ലാത്തിലും കൂടി ഒരാൾക്ക് ഫേമസ് ആകാൻ പറ്റൂല. ഒന്നിൽ ഓട്ടം, അല്ലെങ്കിൽ പിന്നെ പാട്ട്, അല്ലെങ്കിൽ പിന്നെ പഠിക്കല്, ഡോക്ടർ, എഞ്ചിനീയർ. എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയർ ഒന്നിച്ചാകാൻ പറ്റില്ലേ? അപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ചെയ്യുക, അതില് പ്രൊഫഷൻ എന്നല്ല ആകാന്ന് മാത്രം. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് കൂടി കേൾക്കണം പ്രേക്ഷകർക്ക്. അതായത് ജാനകിയമ്മയുടെ ഏറ്റവും മനോഹരമായ ഒരു പാട്ടുണ്ടല്ലോ, എപ്പോഴും ഒരുപക്ഷെ മലയാളികളൊക്കെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ പാടാൻ പറ്റാത്തൊരു മൂളിക്കൊണ്ടിരിക്കുന്ന സൈസ് പാട്ടുകളുണ്ട്. അതിലൊരു നല്ലൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ കഴിയും? തീർച്ചയായിട്ടും. ഏതാണ് പാട്ട്? ഏതാണോ? എല്ലതും പഴയ ഗാനങ്ങളാണ്. തുഷാര ബിന്ദുക്കളെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മലയാളികൾക്കും മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ് അതെല്ലാം. ഒന്ന് പാടാം. അതില് തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനിരലരിൽ വിഷാദ ഭാവങ്ങൾ അരുളി. തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനിരലരിൽ വിഷാദ ഭാവങ്ങൾ അരുളി. തുഷാര ബിന്ദുക്കളെ. മതി. അപ്പൊ ഏതായാലും ജാനകിയമ്മ വിട പറഞ്ഞെങ്കിലും ജാനകിയമ്മയുടെ അതേ ശബ്ദത്തിലൂടെ ഇപ്പോഴും നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട്. ലോകത്ത്, അതായത് വിദേശ രാജ്യങ്ങളിലടക്കം ഒരുപാട് വേദികളിൽ ഈ പവിഴം സുനില് ഒരു നല്ലൊരു ഗായകനാണ്. അദ്ദേഹം ഈ ജാനകിയമ്മയെ വേദിയിലൂടെ മറ്റുള്ളവരെ കേൾപ്പിക്കാറുണ്ട്. ആ ഗാനങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഇത്രയും മനോഹരമായി ആ ഭാവവും താളവും ആ ജാനകിയമ്മയുടെ ശ്രുതി മധുരവും എല്ലാം സമന്വയിപ്പിച്ച് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ കലാകാരനെ നമുക്കെല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഏറ്റെടുക്കുക. ജാനകിയമ്മ വിട പറഞ്ഞെങ്കിലും ജാനകിയമ്മയുടെ ശബ്ദം ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാം. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഒരുപക്ഷെ മലയാളികൾ എല്ലാവരും ഒരുപക്ഷെ നിങ്ങളെ അറിഞ്ഞോളണമെന്നില്ല, പക്ഷെ ഇതിലൂടെ എല്ലാവരും ഒന്ന് അറിയട്ടെ. കാരണം ജാനകിയമ്മ പതിറ്റാണ്ടുകളോളം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായികയായിരുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറയാം, നമുക്ക് ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന്, കേരളത്തിന്റെ വാനമ്പാടി. മലയാളികൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പാട്ടുകളൊക്കെ എത്ര വർഷം പഴകിയതാണെങ്കിലും മലയാളികളാണത് എപ്പോഴും അതിനോട് കൂടുതൽ കുറച്ചുകൂടി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മുഹമ്മദ് റഫി സാഹിബിന്റെ അല്ലെങ്കിൽ കിഷോർ കുമാറിന്റെ ഒക്കെ പാട്ടുകൾ ഇപ്പോഴും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ വെറുതെ പാടും. ഹമേ തുംസെ പ്യാർ ഇങ്ങനെയൊക്കെ പാടാറില്ലേ? അങ്ങനെ റഫി സാഹിബിന്റെ. അപ്പോൾ അതുപോലെ ജാനകിയമ്മ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരൊക്കെ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എങ്ങനെ പ്രിയപ്പെട്ടവരെന്ന് വെച്ചാൽ അവർ വിട പറയുമ്പോൾ ജാനകിയമ്മയുടെ മരണവാർത്ത കേട്ടിട്ട് ഒരുപക്ഷെ മലയാളികളിൽ ഭൂരിഭാഗം പേർക്കും കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മുടെയൊന്നും ആരുമല്ലെങ്കിലും നമ്മുടെയൊക്കെ എല്ലാമായിരുന്നു, എല്ലാമാണ് അങ്ങനെയുള്ളവരൊക്കെ അല്ലേ. ഒരുപക്ഷെ ജാനകിയമ്മയൊക്കെ നമുക്ക് വിട പറഞ്ഞു എന്നത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ പാടി
നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച, നമുക്കൊക്കെ മറക്കാനാവാത്ത ഒട്ടേറെ ഗാനങ്ങളിലൂടെയാണ് അവരൊക്കെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചു പോയത്. ഏതായാലും ജാനകിയമ്മയുടെ ശബ്ദം ഇനിയും ഈ കേരളക്കരയിൽ തന്നെയുണ്ട്. പവിഴം സുനിൽ എന്ന ഈ വലിയ ഗായകനിലൂടെ എല്ലാവർക്കും ഇദ്ദേഹത്തെ കാണണം, പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ദൂരെയൊന്നും പോകേണ്ട. മലപ്പുറം ജില്ലയിൽ തന്നെ കുട്ടിലങ്ങാടി പോസ്റ്റ് ഓഫീസിന് എതിർവശത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഇനിയും ഈ ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക്, ലോകം മുഴുവൻ അറിയുന്ന തരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇനി ആ പോലീസ് കാലത്തെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞു പ്രേക്ഷകരോട്. ഇപ്പോഴും പോലീസ് എന്ന്, അതായത് എന്തെങ്കിലും അന്വേഷണത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഇതാണ്, ഉൾവിളിയാണ്, അതിലേക്കാണ് ചെന്നുപെടാനായിട്ടുള്ള. ഇപ്പൊ ഡാൻസ് ഓഫ് ടീം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ആവേശം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഏതായാലും നിങ്ങൾക്കും ഇനിയിപ്പോ പുതിയ എന്താ പറയാ ചരിത്രാന്വേഷിയൊക്കെ ആയിട്ട് പോവുകയാണല്ലേ, വരാൻ കഴിയട്ടെ വടക്കം പാട്ടുകൾ. അതുപോലെ മകള് ഏതായാലും നന്നായിട്ട് മിടുക്കിയായി ഡാൻസ് രംഗത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അവരോട് ഒരാളും കൂടി ഉണ്ട്, +2 സ്കൂളിൽ പോയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവർക്കൊക്കെ ഒരു എന്താ പറയാ ഇതൊക്കെ ആസ്വദിച്ച് നല്ല ഒരു കുടുംബമായിട്ട് ഒത്തൊരുമയോടെ ജീവിച്ച് എന്താ പറയാ അങ്ങ് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏതായാലും പ്രേക്ഷകർ ഓർത്തിരിക്കുക, പവിഴം സുനിൽ, ജാനകിയമ്മയെ ഓർക്കുന്ന എല്ലാവരും ഈ ശബ്ദത്തിൽ ജാനകിയമ്മ ഇവിടെ ഉണ്ട്, മലപ്പുറത്തുണ്ട്, കുട്ടിലങ്ങാടിയിലുണ്ട്. നമുക്ക് ആ ഗാനങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാം. അതിനുള്ള അവസരം നമുക്ക് ഒരുക്കി കൊടുക്കുക. നമുക്ക് അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന്, അവർക്ക് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.